ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ എക്സ്മാൻ 1907 എന്ന അനിമേറ്റഡ് സീരീസ് എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു സീരീസിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ചില സ്പോയിലേഴ്സൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്, ബട്ട് മാക്സിമം ഞാൻ സ്പോയിലർ ഫ്രീ ആയിട്ടായിരിക്കും പറയാൻ നോക്കുന്നത്. അപ്പം നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഇത് വന്ന് സംഭവം 1907 വന്നൊരു അനിമേറ്റഡ് സീരീസാണ്. അപ്പോൾ അത് വന്ന് അവർ സംഭവം അനിമേഷനൊക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് വിട്ടതാണ് സംഭവം. ആക്ച്വലി അപ്പം ഞാൻ കണ്ടിട്ടില്ല, സോ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. സംഭവം കിടിലനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പറായിട്ട് ഇരിക്കുമെന്ന്. കാരണം ഇപ്പം നല്ല റേറ്റിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇതുവരെയായിട്ട് വന്ന മാർവൽ സീരീസിൽ തന്നെ. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട് ഈ സീരീസ്. നിങ്ങൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കണ്ടുപോകും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വന്ന് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്മാനില്ലേ, മ്യൂട്ടൻസ്. സോ അവരെ ഫോക്കസ് ചെയ്താണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അതായത് ഈ ഒരു സമയം നമ്മുടെ ആ ഒരു ചാൾസ് സേവിയർ, പ്രൊഫസർ എക്സ് മരിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാം ഈ എക്സ്മാൻ ടീമിൻ്റെ ലീഡർ അദ്ദേഹമാണ്. സോ അപ്പോൾ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു എക്സ്മാൻ ടീമിനെ അതെങ്ങനെ ബാധിക്കും, സോ അവരെന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ കഥ വന്ന് സൂപ്പറായിട്ടുണ്ട്. ഏതൊരു മൂവി ആയാലും സീരീസ് ആയാലും കഥ നന്നായിട്ടിരുന്നാലേ നമുക്ക് കാണാൻ രസമുണ്ടാവും. അപ്പോൾ ഇതിൽ വന്ന കഥയെന്ന് പറയുന്നത് കിടിലൻ കഥയാണ്. ആ ഒരു മ്യൂട്ടൻസുമായി ബന്ധപ്പെട്ട് നിറയെ സ്റ്റോറീസ് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ അവർ മാക്സിമം ഇതിൽ പറയുന്നുണ്ട്. സോ ആ സ്റ്റോറിയൊക്കെ കിടിലനായിട്ടുണ്ട്. സ്റ്റോറി മാത്രമല്ല, അതിൽ ക്യാരക്ടേഴ്സിന് അവർ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചാൾസ് സേവിയർ ആൻഡ് നമ്മുടെ മെഗ്നിറ്റോ. സോ മെഗ്നിറ്റോ ഒന്നും ഒരു രക്ഷയില്ല, ഇതിൽ പൊളിയായിട്ടുണ്ട്. സോ പക്ക ആൻറ്റി ഹീറോ എന്ന് വെച്ചാൽ ആൻറ്റി ഹീറോ ഒരു പെർസെൻറ്റേജ്. ആൻഡ് ലോഗൻ ആയാലും ആൻഡ് സൈക്ലോസ് ആയാലും അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനെ അവർ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടു. അല്ലെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഗാംബിറ്റാണ്. സോ ഗാംബിറ്റിന് ഒരു സീനിലുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്, കിടില സീനാണത്. ആൻഡ് അത് മാത്രമല്ല ചില ട്വിസ്റ്റുകളും അവർ ഈ ഒരു സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഒരു ജീൻ ഗ്രേ വെച്ചൊരു ട്വിസ്റ്റ് അവരടിക്കുക, അതൊരു വേറെ ലെവൽ ട്വിസ്റ്റാണ്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിലുണ്ട്. സോ അതിലോട്ട് സ്റ്റോറിയും സൂപ്പറാണ്, ഇതിലുള്ള ക്യാരക്ടേഴ്സൊക്കെ പൊളിയാണ്, ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഒരു സീരീസിന് എന്തൊക്കെ ആവശ്യമോ അതെല്ലാം ഉണ്ട്. ഒരു അനിമേറ്റഡ് സീരീസ് ആയിരുന്നാലും ടോപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അനിമേഷനും കൊള്ളാം, സൂപ്പറായിട്ടുള്ള, ഒരിക്കലും കുറ്റം പറയാനും തോന്നില്ല, അനിമേഷന് പൊളിയാണ്. ആൻഡ് അത് മാത്രമല്ല നിറയെ സർപ്രൈസ് ആയിട്ടുള്ള ക്യാമിയോസൊക്കെ ഉണ്ട്. അത് ഞാൻ ഏതൊക്കെയെന്ന് ഇവിടെ പറഞ്ഞ് നിങ്ങൾ സ്പോയിലർ ആക്കണില്ല. സോ നിങ്ങൾ സീരീസ് കണ്ടു നോക്കും, ഉറപ്പായിട്ട് നിങ്ങൾ ഷോക്കാവും. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ചില ക്യാമിയോസൊക്കെ ഉണ്ട്. ഇപ്പം ടോട്ടലി ഒരു 10 എപ്പിസോഡ്സാണ് ഉള്ളത്. ആൻഡ് ഒരു 23 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് സീസൺ 2ഉം 3ഉം ഒക്കെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ, കിഡിലെ ആക്ഷൻ സീക്വൻസാണ്. ആൻഡ് സ്റ്റോറിയും പൊളിയാണ്, ക്യാരക്ടേഴ്സും സൂപ്പറാണ്, ആൾറൗണ്ട് പൊളിയാണ്. ആൻഡ് അത് മാത്രമല്ല ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ് ഇതിലെ ക്ലൈമാക്സ്. ഒരു രക്ഷയില്ല ക്ലൈമാക്സ്. അതായത് ഒരു വലിയൊരു വാറാണ്, ഒരു വലിയൊരു ബാറ്റിലാണ് ക്ലൈമാക്സ് നടക്കുന്നത് മ്യൂട്ടൻസുമായി ബന്ധപ്പെട്ട്. അതൊക്കെ പൊളിയാണ്. അതായത് ഈ സീറ്റ് എഡ്ജിൽ വരുമെന്ന് പറയില്ല, അതേപോലെ ഒരു സംഭവമാണ്. ആൻഡ് അതിൽ ലോഗനൊക്കെ ഒരു സംഭവമൊക്കെ ചെയ്യും, പൊളിയായിട്ടുണ്ട്. ആൻഡ് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇതിൽ ആ ഒരു ക്ലൈമാക്സ് നടക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു മിഡ് ക്രെഡിറ്റ് സീൻ പോലെ ഒരു സംഭവമുണ്ട്. അതൊരു കിടില സംഭവമാണ്. അതിന് വേണ്ടി നിങ്ങൾ കാണണം കേട്ടോ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നത്. സോ ആൾറൗണ്ട് ഒരു എക്സ്മാൻ 97 സീരീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് കണ്ടുവെക്കാം, മസ്റ്റ് വാച്ചാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ ഇപ്പം മ്യൂട്ടൻസൊക്കെ MCയിലോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പൊളി സാധനമാണ്. ആൻഡ് ആൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. ആൻഡ് ഈ ഒരു സീരീസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരെന്നും കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണക്ട് ചെയ്യുക ഗൈസ്.